ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ ബി.ജെ.പിയുടെ ബി ടീമായി മാറിയിരിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ അതിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ ഇന്നൊരു ആരോപണമായി രാജ്യ തലസ്ഥാനത്ത് ഉന്നയിച്ചിരിക്കുന്നത്. അമ്പയർ നിഷ്പക്ഷനല്ല എന്ന് തന്നെ അവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രവുമല്ല, അതിശക്തമായ ചില നീക്കങ്ങൾ പ്രതിപക്ഷ ക്യാമ്പിൽ നിന്ന് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായിട്ട് ഇംപീച്ച്മെന്റിനുള്ള നോട്ടീസ് നൽകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ അതിന്റെ അർത്ഥം കുറ്റവിചാരണ എന്നാണ്. നമുക്കറിയുന്നത് പോലെ രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിലുണ്ട്. ആ തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം രാജ്യത്തെ സർക്കാർ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സർക്കാരിന് ആ കമ്മീഷണർക്ക് മേൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണാധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ബി.ആർ. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഭരിക്കുന്ന സർക്കാരിന്റെ പിടിയിൽ ഒതുങ്ങുന്ന ഒന്നായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുകൂടാ എന്ന്. ആ അർത്ഥത്തിൽ സർക്കാരിന് ഒരു നിയന്ത്രണാധികാരവും ഇല്ലാത്ത ഒരാളാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ആ പോസ്റ്റിൽ നിന്ന് ഒരാളെ നീക്കം ചെയ്യാൻ, ഒരിക്കൽ നിയമിച്ചു കഴിഞ്ഞാൽ നീക്കം ചെയ്യാൻ സർക്കാരിന് അധികാരമില്ല. അതാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടം എന്ന് പറയുന്നത്. എന്നാൽ ആ അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. അതായത് ആർക്കെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംശയമുണ്ടായാൽ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാം. പാർലമെന്റ് അംഗീകരിക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താം. അങ്ങനെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ പാർലമെന്റിന്റെ രണ്ട് സഭകളിലും 3/2 ഭൂരിപക്ഷം ഉണ്ടാകണം. ഇതാണ് നിയമം. അത്തരത്തിൽ ഇംപീച്ച്മെന്റിന് ഒരു നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷ ക്യാമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായിട്ടുള്ള നീക്കമായി ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ ഒരു ആലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നമുക്കറിയുന്നത് പോലെ ഈ ഇംപീച്ച്മെന്റിനുള്ള നീക്കം വിജയിക്കില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഏതായാലും 3/2 ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾക്ക് പാർലമെന്റിലെ ലോക്സഭയിലോ രാജ്യസഭയിലോ കഴിയില്ല. അതുകൊണ്ടാണ് അവർ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലൊരു മൂവ് നടത്തുന്നു എന്ന് പറയുന്നത് ചെറിയൊരു നീക്കമല്ല. കാരണം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു കറുത്ത അധ്യായം ആരംഭിക്കുകയാണ് എന്ന് തന്നെ പറയാം.